ലക്ഷക്കണക്കിന് ആരാധകരുള്ള മമ്മൂക്കയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഫിറോസ് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ഫിറോസ് പറയുന്നത് ഇങ്ങനെയാണ്: മമ്മൂക്ക നല്ല ദേഷ്യക്കാരനാണെന്നും ഫിലിം സെറ്റിൽ മമ്മൂക്കയേക്കാൾ നല്ല ഡ്രസ്സിട്ട് വന്നാൽ അത് ഊരിപ്പിക്കുമെന്നും സെറ്റിലെ രാജാവാണു മമ്മൂക്ക, അവർക്ക് മുന്നിൽ നട്ടെല്ല് വളച്ച് നിൽക്കണം എന്നിങ്ങനെയുള്ള കുറേ പരാമർശങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങയുടെ മുന്നിൽ നട്ടെല്ല് വളച്ച് നിൽക്കുന്നവർക്ക് ചെറിയ ചെറിയ റോളുകൾ സിനിമയിൽ കൊടുക്കുമെന്നും ഞാൻ അങ്ങനെ നിൽക്കാത്തതുകൊണ്ടാണ് ഇന്ന് സിനിമയിൽ ഇല്ലാത്തതെന്നും ഫിറോസ് പറഞ്ഞു. മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്തവർക്കറിയാം അവരുടെ സ്വഭാവം. അദ്ദേഹത്തിൻ്റെ തെണ്ടിത്തരങ്ങൾ ആരാധകർ പുകഴ്ത്തുന്നതുകൊണ്ടാണ് അവർ മാറ്റം വരുത്താത്തതെന്നും ഫിറോസ് പറഞ്ഞു. ഒരു ക്രൂവിൻ്റെ കഴിവാണ് ഫിലിം, അതിന് മമ്മൂക്കയെ മാത്രം എന്തിനാണ് ഇങ്ങനെ ആരാധിക്കുന്നത്? ഇൻ്റർവ്യൂ ചെയ്യുന്ന ആങ്കറിനോട് പോലും ഫിറോസ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ പറയുന്നതും അദ്ദേഹത്തിൻ്റെ നല്ലത് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ പോരായ്മകളും പറയണം, അപ്പോഴാണ് മമ്മൂക്ക അത് തിരുത്താൻ ശ്രമിക്കുക. ഞാൻ ആരാധിച്ചിരുന്നവരെല്ലാം ഇത്രയും വൃത്തികെട്ടവന്മാരാണെന്നും നീചന്മാരാണെന്നും പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഇനി എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ സിനിമാ ഫീൽഡിൽ ഞാൻ ആഗ്രഹിക്കില്ല, അത്രമാത്രം വൃത്തികെട്ടതാണ് ഈ ഫീൽഡ് എന്നും ഫിറോസ് പറഞ്ഞു. ബിഗ് ബോസിൽ മോഹൻലാലിനേക്കാളും നല്ലത് പവർഫുള്ളായ ഒരു ആർട്ടിസ്റ്റിനെ വെക്കണമെന്നും എനിക്ക് അഭിപ്രായമുണ്ട്.